ഇനി ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും നമുക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് വരുന്നത്. ഹായ് ആൾ, എൻട്രിയുടെ പുതിയ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ കുറച്ച് പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു RRB ഗ്രൂപ്പ് ഡി എക്സാം നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ എത്ര വയസ്സ് വരെ കൊടുക്കാം, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കറക്ഷൻ വിൻഡോ March 13 വരെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനകത്ത് ചൂസൺ റെയിൽവേയും അതുപോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ RRB ഗ്രൂപ്പ് ഡിയിലെ ഒരു പറ്റിയിട്ടാണ് ഡീറ്റെയിലിംഗ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വരുന്ന പോസ്റ്റുകളുടെ ഒരു ജോബ് പ്രൊഫൈൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു RRB ഗ്രൂപ്പ് ഡി കിട്ടി, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജാണ് നമുക്ക് സെലക്ട് ആയത് എങ്കിൽ ആ ഒരു ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതുപോലെ ആ ജോബിന് എത്രയാണ് നമുക്ക് സാലറി കിട്ടുന്നത്, അങ്ങനത്തെ ഉള്ളൊരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഇന്ന് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജിൻ്റെ പോസ്റ്റിനെ പറ്റിയാണ് ഡീറ്റെയിലിംഗ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് വരുന്നതെന്ന് നോക്കുക. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്നൊരു പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് പോസ്റ്റ്. ഇനി ക്വാളിഫിക്കേഷൻ നമുക്കറിയാവുന്നത് തന്നെയാണ്. 10 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, IT പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതുപോലെ NACൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 33 വയസ്സ് വരെ ആയിരുന്നു. ഇപ്പോൾ കൊറോണയുടെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെ നമുക്ക് ആക്കിയിട്ടുണ്ട്. കൂടാതെ ഇത് RRBയുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുമാണ് വഴിയാണ് ഈ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നെക്സ്റ്റ് ഇതാണ് നമുക്ക് പോസ്റ്റ് പാരാമീറ്റേഴ്സ്. ഇപ്പം നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ നമുക്കിപ്പം പഠിക്കാം അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജിൻ്റെ പോസ്റ്റാണ്. അതായത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. സബ് ഡിപ്പാർട്ട്മെൻറ്റ് ബ്രിഡ്ജാണ്, അതായത് നമ്മുടെ പാലങ്ങളുടേതാണ്. ഓക്കെ. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നിട്ട് B1 ആണ്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോൾ VI ആയിരുന്നാലും, അതായത് വിഷ്വലി ഇമ്പയർഡ് ആയിരുന്നാലും, ഹിയറിംഗ് ഇമ്പയർഡ് ആയിരുന്നാലും, അതുപോലെ LD ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരായിരുന്നാലും, MD ആയിരുന്നാലും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതുപോലെ ഏജ് ലിമിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 18 to 36 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൂടാതെ 10th പാസ്സായവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ആദ്യം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് നോക്കുമ്പോൾ നമുക്ക് ആകെ ഒരൊറ്റ പരീക്ഷ വരുന്നത് അല്ലേ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരെണ്ണമാണ് വരുന്നത്. NTPCക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടെസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഡിക്ക് നമുക്ക് ഒരൊറ്റ പരീക്ഷയാണ് വരുന്നത്. ഓൺലൈൻ എക്സാമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. അതായത് നമ്മുടെ ഓട്ടം ചാട്ടം അങ്ങനത്തെയുള്ള കുറച്ച് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓട്ടം ചാട്ടം എന്നല്ല, കുറച്ച് വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ പെറ്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുമ്പം DV ആണ്, അതായത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് വരിക. അത് കഴിഞ്ഞാൽ മെഡിക്കലാണ്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് മെഡിക്കലി ഫിറ്റ് ആണ്. ഇപ്പോൾ ജനറൽ ഫിറ്റ്നസ് നോക്കാറുണ്ട്, അതുപോലെ വിഷ്വൽ അക്യൂറ്റി നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന സെലക്ഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഞാൻ പറഞ്ഞു. ഇത് CBT ഒരൊറ്റ പരീക്ഷയാണ് നമുക്ക് വരുന്നത്. അതിൽ ഡ്യൂറേഷൻ, അതായത് ടോട്ടൽ ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്. ജനറൽ സയൻസിന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, മാത്സിന് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്കിനാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് CBT, അതായത് സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യത്തെ പ്രോസസ്സിൽ വരുന്ന കാര്യം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച് നമ്മുടെ ഓൺലൈൻ എക്സാം എഴുതിയെടുത്താൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അതാണ് പെറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടം ചാട്ടം, ഓട്ടമുണ്ട്. അല്ലാതുള്ള മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ 35 കിലോയുടെ വെയിറ്റ് എന്ത് ചെയ്യണം,
ഹോൾഡ് ചെയ്യണം. അതും 100 മീറ്റേഴ്സ് 2 മിനിറ്റ് കൊണ്ട് ഒരു പ്രാവശ്യം പോലും നമ്മൾ എന്താണ് വെയിറ്റ് തറയിൽ വയ്ക്കാണ്ട രീതിയിൽ ഹോൾഡ് ചെയ്ത് ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് തന്നെയാണ്. നെക്സ്റ്റ് അവർക്ക് ഓടേണ്ടതുണ്ട്. അതായത് റണ്ണിങ് ഡിസ്റ്റൻസ് അപ് ടു 1000 മീറ്റേഴ്സ് ആണ് വരുന്നത്. അത് 4 മിനിറ്റ്സ് 15 സെക്കൻഡ്സ് കൊണ്ട് ഒരൊറ്റ ചാൻസിൽ ഓടിയെടുക്കുകയും വേണം. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം വരുമ്പം ഈ സെയിം പോലെ തന്നെയാണ് വെയിറ്റിൻ്റെ കാര്യം വരുന്നത്. ഇവിടെ ലിഫ്റ്റ് ചെയ്യേണ്ടത് 20 കിലോഗ്രാം വെയിറ്റ് ആണ്. 100 മീറ്റേഴ്സ് 2 മിനിറ്റ്സ് കൊണ്ടാണ് കവർ ചെയ്യേണ്ടത്. അതും വെയിറ്റ് താഴെ വയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഓട്ടം തന്നെയാണ്. 1000 മീറ്റേഴ്സ് തന്നെയാണ്. അവിടെ ആ ഓട്ടത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഒന്നും കുറവില്ല, പക്ഷേ അവിടുത്തെ ടൈമിങ്ങിന് കുറച്ച് വ്യത്യാസമുണ്ട്. 5 മിനിറ്റ് 40 സെക്കൻഡ്സ് കൊണ്ട് ഒരൊറ്റ പ്രാവശ്യം ഓടിയെടുക്കുക. ഇതാണ് നമുക്കിവിടെ പെറ്റിൻ്റെ കേസ് വരുന്നത്. ഇനി നെക്സ്റ്റ് മെഡിക്കൽ. അത് കഴിഞ്ഞ് നമുക്ക് DV ആണ് കേട്ടോ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുള്ള എന്തൊക്കെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ആണോ നിങ്ങൾ അതിനകത്ത് പ്രൂഫായിട്ട് വെച്ചിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ EWS സർട്ടിഫിക്കറ്റ്, EB സർട്ടിഫിക്കറ്റ്, SCS സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം നമ്മൾ DV സമയത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ്? മെഡിക്കലാണ്. അപ്പോൾ മെഡിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ B1 സ്റ്റാൻഡേർഡ് ആണ് ഈ അസിസ്റ്റൻ്റ് ബ്രിഡ്ജ് പോസ്റ്റിന് വരുന്ന B1 സ്റ്റാൻഡേർഡ് ആണ്. ഇതിൽ ജനറൽ ഫിറ്റ്നസ് നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്ന പോലെ നമ്മൾ ബോഡി ഫങ്ഷനിങ് കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് ഇത് വിഷ്വൽ അക്യൂറ്റി ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റെയിൽവേയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ണിൻ്റെ കാഴ്ചയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ എന്താണ്? ഡിസ്റ്റൻറ്റ് വിഷൻ 6/9, 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അപ്പോൾ ഗ്ലാസ് വെച്ചിട്ടും ഗ്ലാസ് വെക്കാതെയും 6/9, 6/12 ആണ് അവിടുത്തെ വിഷൻ വരുന്നത്. പവർ ഓഫ് ലെൻസസ് നോട്ട് ടു എക്സീഡ് 40, അതായത് 40 എക്സീഡ് ചെയ്യാൻ പാടില്ല പവർ ഓഫ് ലെൻസ്. ഇനി നിയർ വിഷൻ പറയുന്നുണ്ട്. വിത്തൗട്ട് ഗ്ലാസസിൽ 0.6 എന്ന കാര്യം പറയുന്നുണ്ട്. അതുകൂടാതെ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, നൈറ്റ് വിഷൻ, മീസോപ്പിക് വിഷൻ, അങ്ങനെ വരുന്ന കുറച്ച് വിഷൻ ടെസ്റ്റുകളും കൂടെ പാസ്സാവാനുണ്ട്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് നമുക്ക് അസിസ്റ്റൻ്റ് ബ്രിഡ്ജിൻ്റെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ജോബ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എക്സാം എഴുതി പാസ്സായി, നമുക്ക് മെഡിക്കൽ കിട്ടി, നമ്മൾ നേരെ പോസ്റ്റിങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ ട്രെയിനിങ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോ ട്രെയിനിങ് ആണ്. ഈ പോസ്റ്റ് നമുക്ക് ട്രെയിനിങ് ഉണ്ടാവില്ല. ഇനി എന്താണ് ഈ പറയുന്ന അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയണ്ടേ? അപ്പോൾ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ പാലങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ഇപ്പോൾ റെയിൽവേ പോകുന്ന പാലങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്മാൻ ആണ്. ഓക്കെ, അപ്പോൾ അതിന് മേലോട്ട് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ഇപ്പോൾ സീനിയർ സെക്ഷൻ ഓഫീസർ കാണും, അതുപോലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ കാണും, അതുപോലെ ജൂനിയർ എഞ്ചിനീയേഴ്സ് കാണും. അപ്പോൾ അവരെയൊക്കെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ്മാൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് XYZ, അതായത് ഡിഫറെൻറ്റ് സിറ്റീസിലായിരിക്കും വരുന്നത്. കൂടാതെ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൂടുതലും ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരിക. നെക്സ്റ്റ് വർക്കിംഗ് ടൈം 8 hours ആണ് പറയുന്നതെങ്കിലും ഒരു റിസ്ക് ആയിട്ടുള്ളൊരു ജോബ് ആണെങ്കിൽ കൂടിയും നമുക്ക് ഒരു 3 to 4 hours കൊണ്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഫുള്ളി 8 hours തന്നെ കവർ ചെയ്യണം എന്നുള്ള കാര്യമൊന്നുമില്ല. ഒരു 3 to 4 hours കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് എമർജൻസി വരുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഇത് ഡേ ജോബാണ്. ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് കാണില്ല, ഡേ ജോബാണ്, പകലുള്ള ജോലികളാണുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി, ഭയങ്കരമായിട്ടൊരു എമർജൻസി വരുന്ന സമയത്ത് മാത്രമേ ഈ പറയുന്ന നൈറ്റ് ഷിഫ്റ്റിലേക്ക് പോവുള്ളൂ. ഇനി ഇതിൻ്റെ ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും നമുക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് വരുന്നത്. ഇനി സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയറിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് മാൻ്റെ ഡ്യൂട്ടി. ഇനി മെയിൻ്റനൻസ് ഓഫ് ബ്രിഡ്ജസ്, അതായത് നമ്മുടെ റെയിൽവേ കടന്നു പോകുന്ന ബ്രിഡ്ജസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെയാണ്. അത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ബേസിലാണ് ഈ പറയുന്ന ഈ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. ഇനി ഓഫീസ് വർക്ക്സ് ഒക്കെ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ടായിരിക്കും ഓഫീസ് വർക്ക്സ് കാര്യങ്ങളൊക്കെ നടക്കുക.
പിന്നെ ടെക്നിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. അതായത് ഈ സെയിം സംഭവം തന്നെ അതിൻ്റെ ടെക്നിക്കലി വരുന്ന ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ പെയിൻറ്റിങ്, അതുപോലെ മാർക്കിങ്, ബ്രിഡ്ജസിൽ വരുന്ന പെയിൻറ്റിങ്, മാർക്കിങ്, അതുകൂടാതെ കുറച്ച് ട്രോളി വർക്ക്സും, അതായത് ട്രോളി മാനായിട്ടും അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം എന്തെങ്കിലും മെയിൻ്റനൻസ് പണിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ നമുക്ക് ട്രോളി മാനായിട്ട് പോവേണ്ടി വരും. പിന്നെ ഗ്രൂപ്പ് വർക്കാണിത്. 3 to 4 hours ആണ് ഓവറോൾ ഇവിടെ വർക്ക് വരിക. 3 to 4 hours ആണ്. കംപ്ലീറ്റ്ലി ഒരു 8 hours എന്ന് പറയുന്നെങ്കിലും നോർമലി ഒരു ബ്രിഡ്ജ് മാനിന് 3 to 4 hours ആണ് ഓവറോൾ വർക്ക് വരുന്നത്. ഇനി എമർജൻസി എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ടൈമിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ഇത് വരത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നോൺ യൂണിഫോം പോസ്റ്റാണ്. ഇതിന് യൂണിഫോം ഇല്ല, ഒരു നോൺ യൂണിഫോം പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് മാൻ. ഓക്കെ, നെക്സ്റ്റ് ഇനി പ്രൊമോഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഹെൽപ്പറായിട്ട്, അതായത് നമ്മുടെ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് മാനായിട്ടായിരിക്കും ആദ്യം കയറുക. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതായത് ഒരു 3 to 4 years കൊണ്ട് ടെക്നിക്കൽ ഗ്രേഡ് 3ലേക്ക് പ്രൊമോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 to 4 years കൊണ്ട് ടെക്നിക്കൽ ഗ്രേഡ് 2ലേക്ക് പ്രൊമോട്ട് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും ഒരു 3 to 4 years കൊണ്ട് ടെക്നിക്കൽ ഗ്രേഡ് 1ലേക്ക് പ്രൊമോട്ട് ചെയ്യും. ഇനി നേരെ പോകുന്നത് ക്രാഫ്റ്റ് മാൻ, അതായത് മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ അല്ലെങ്കിൽ പിന്നെ ജൂനിയർ എഞ്ചിനീയർ ആയിട്ടായിരിക്കും അടുത്ത പ്രൊമോഷൻ വരുന്നത്. അത് നമുക്ക് GDCE അല്ലെങ്കിൽ LDCE എക്സാംസ് എഴുതിയിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് പോവുക. ഓക്കെ, അല്ലെങ്കിൽ RRB JE എന്ന് പറയുന്ന എക്സാമിലെ ആ ഒരു എക്സാം എഴുതി ഡയറക്റ്റ്ലി JE പോസ്റ്റിലേക്ക്, അതായത് ജൂനിയർ എഞ്ചിനീയറായിട്ട് കയറുന്നവരും ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് ഇതുവരെ ഇതുവരെ ആയിരിക്കും നമ്മൾ നോർമലി ഒരു അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് മാനായിട്ട് കയറിയതിനു ശേഷം ഏറ്റവും സീനിയർ മോസ്റ്റ് പോസ്റ്റ് ഇതുവരെ ആയിരിക്കും നമ്മൾ എത്തുക. ഇനി ടെക്നിക്കൽ ഗ്രേഡ് 1 കഴിഞ്ഞ് നമ്മൾ RRB JE ഒക്കെ എഴുതി കയറുവാണെന്നുണ്ടെങ്കിൽ ഒരു 10 to 12 years കൊണ്ട് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ട് കയറാൻ പറ്റും. RRB JE കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 to 12 years കൊണ്ട് ഈ പറയുന്ന SSC ആയിട്ട് നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതാണ് പ്രൊമോഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഇനി സാലറിയെ പറ്റിയിട്ടാണ്. സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് പേ തന്നെ 18,000 ആണ്. ഓക്കെ, ഗ്രേഡ് പേ 1,800 രൂപയും ബേസിക് പേ അതായത് 18,000 രൂപ 18,000 ആണ്. ഇവിടെ DA വരുന്നത് 9540, അതായത് 9,540. DA കുറച്ചും കൂടെയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ HRA, അതായത് നമ്മുടെ ഹൗസ് റെൻ്റ് അലവൻസ് ഉണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, ഹോളിഡേ അലവൻസ് ഉണ്ട്, പിന്നെ ബാക്കി ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഇപ്പോൾ എമർജൻസി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ഇൻസെൻറ്റീവ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ഉണ്ടാവും. അങ്ങനെ നമുക്ക് അറൗണ്ട്ലി പറയാം ഒരു 30K, അതായത് 30,000 മേലെ ശമ്പളം, ഒരു 30,000 ഇനിഷ്യലി കാര്യമാണ് പറയുന്നത്. 30,000 to 32,000 രൂപ വരെ ഇനിഷ്യലി നമുക്ക് ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പോസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. ഓക്കെ, അതുപോലെ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോർമൽ ഡേയ്സ് ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാം. പക്ഷേ ഇതുപോലെ എന്തെങ്കിലും ഒരു എമർജൻസി വരുന്നൊരു ഇത് മാത്രമേ നമുക്ക് ടെൻഷനായിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരുള്ളൂ. ഇനി എന്താണ് നമുക്ക് ഈ ഒരു പോസ്റ്റ്, അതായത് നമ്മൾ വാട്ട് വി ഗെറ്റ് അല്ലേ, അത് ഒരു റെയിൽവേ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേട്ടം എന്നുള്ളത് നോക്കാം. അവിടെ നമുക്ക് റെയിൽവേ ക്വാർട്ടേഴ്സ് കിട്ടും താമസിക്കാൻ. കൂടെ നമുക്ക് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ, റെയിൽവേ ഹോസ്പിറ്റലും കാര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ടാവും. ഇനി കൂടാതെ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ റെയിൽവേ തന്നെ നോക്കിക്കോളും. കൂടാതെ ട്രാവലിംഗ് പാസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇത്ര ഡിസ്റ്റൻസ് വരെ അല്ലെങ്കിൽ ഇത്ര മന്ത്ലി യാത്രകളും കാര്യങ്ങളും ആ ഫ്രീ ട്രാവലിംഗ് പാസ് ഉണ്ടാവും. കൂടാതെ ഫെസ്റ്റീവ് ബോണസ് ഉണ്ടാവും. അതായത് 78 ഡേയ്സിൻ്റെ ആണ് അവിടെ പറയുന്നത്. 78 ഡേയ്സിൻ്റെ അഡീഷണൽ ബോണസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഫെസ്റ്റീവ് ബോണസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെയിൽവേ. ഇപ്പം അഡീഷണൽ ഉണ്ട്, ഞാനൊരു മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, ഇല്ലയെന്നല്ല. അതായത് അഡ്വാൻറ്റേജസും അതായത് നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും അങ്ങനെ നോക്കുക. ഇതിവിടെ നെഗറ്റീവ് സൈഡാണ്. നെഗറ്റീവ് സൈഡ് വളരെ വിരളമായിട്ടേ വരാറുള്ളൂ. എമർജൻസി ഡ്യൂട്ടി, അതായത് ഇപ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ വന്നു, നിങ്ങൾക്കൊരു എമർജൻസി ഡ്യൂട്ടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ലീവ് പൂർത്തിയാക്കാനൊന്നും പറ്റില്ല, എപ്പോഴും വിളിക്കുന്നു അപ്പം ചെല്ലണം. അങ്ങനെ ഒരു കേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അത് എമർജൻസി ഡ്യൂട്ടി ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ വരുള്ളൂ. പിന്നെ ട്രാവലിംഗ് ഡ്യൂട്ടിയാണ്, ഒരു ബ്രിഡ്ജിൽ നിന്ന് അടുത്ത ബ്രിഡ്ജിലേക്ക് പോകുമ്പോൾ ഒരു ട്രാവലിംഗ് ഡ്യൂട്ടിയാണ് ഇത് വരുന്നത്. കൂടാതെ ഡേഞ്ചർ വർക്ക്സ് ആണ്, കാരണം ബ്രിഡ്ജാണ്,
നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നോർമലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡേഞ്ചർ വർക്ക്സിൻ്റെ കാര്യങ്ങളാണ്. അതായത് നമുക്കിപ്പോൾ ബ്രിഡ്ജിന് താഴെ റോപ്പ് കെട്ടി അതിൽ നിന്ന് ഇങ്ങനെ പണി ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഡേഞ്ചർ വർക്ക് തന്നെയാണ് ഇതിപ്പോൾ. ബോത്ത് ഫീമെയിൽ ആൻഡ് മെയിൽസ് ഇപ്പം ചൂസ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽസും എന്താണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു നെഗറ്റീവ് സൈഡ് ഉള്ളത് കൊണ്ട് ഫീമെയിൽസ് അത് താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന എന്താണ് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ പോവാം. ഇപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ അത് ഏതായിരുന്നാലും ഇപ്പം എല്ലാവരും പോകുന്നുണ്ടല്ലേ. അപ്പോൾ ഫീമെയിൽസിനും മെയിൽസിനായാലും ഒരുപോലെ തന്നെ നമുക്ക് എന്താണ് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് സൈഡാണ്. അതായത് ഡ്യൂട്ടി ടൈം ഞാൻ നേരത്തെ പറഞ്ഞു 3 to 4 മണിക്കൂറൊക്കെ നോർമൽ ഡ്യൂട്ടി ടൈം ഉണ്ടാവുള്ളൂ. പിന്നെ ഫാസ്റ്റ് പ്രൊമോഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പ്രൊമോഷൻ പെട്ടെന്ന്, അതായത് ഒരു 3 to 4 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ പ്രൊമോഷനും കാര്യങ്ങളും പോകും. കൂടാതെ പോസ്റ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. പിന്നെ ലീവ് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ജോബ് പ്രൊഫൈൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് അറിഞ്ഞിരിക്കുക. ഒരു എന്താണ് എക്സാം കിട്ടി നമ്മളൊരു ജോലിയിലേക്ക് കയറുന്നത് മുന്നേ ആ ജോലിയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഓരോ പോസ്റ്റുകളായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അസിസ്റ്റൻറ്റ് ബ്രിഡ്ജിൻ്റെ ആ ഒരു എന്താണ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ എൻട്രിയിൽ നിങ്ങൾക്ക് PSC ആയിരുന്നാലും RRB ആയിരുന്നാലും ബാങ്കിങ് ആയിരുന്നാലും കോഴ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് 1 കോഴ്സാണ്, അതിൽ 20+ എക്സാംസ് ഉണ്ട്. 1 lakh+ വേക്കൻസീസ് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രീ ബുക്ക് വേർത്ത് 2K നമുക്ക് ഫ്രീ ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറി നടത്തണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തേക്കും. ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസിസ്റ്റൻറ്റ് ബ്രിഡ്ജിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊരു എന്താണ് ഒരു ബേസിക് ആയുള്ള ഒരു നോളജായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോസ്റ്റുമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.